പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ വിവാദം സൃഷ്ടിച്ച കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം റിബേഷ് രാമകൃഷ്ണനെ ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 11 മണിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുക. കേസിൽ രണ്ടാം പ്രതിയാണ് സംഭവസമയത്ത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് രാമകൃഷ്ണൻ. ജൂലൈ 17 കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം റിബേഷിന് കേസിൽ പ്രതി ചേർത്തിരുന്നു. നേരത്തെ പോലീസ് അന്വേഷണം നടന്നപ്പോഴും വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് റിബേഷ് ഷെയർ ചെയ്തിരുന്നതായി കണ്ടെത്തിയിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ ചോദ്യം ചെയ്ത് കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. റാമിന്റെ അറസ്റ്റ് നടപടികളിൽ വീഴ്ച വരുത്തിയ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും എസ്പിയും ഇന്ന് നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാരിനോടും കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയെ കടുത്ത ഭാഷയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ വിമർശിച്ചത്. ഉദ്യോഗസ്ഥർ പ്രതിയുമായി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കണമെന്നതായിരുന്നു കോടതിയുടെ വിമർശനം. കോടതി നടപടിയിൽ വീഴ്ചയുണ്ടോ എന്നും ഹൈക്കോടതി പരിശോധിക്കും. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊലക്കേസിൽ വിചാരണ ആരംഭിക്കുന്ന തീയതിയിൽ തീരുമാനമുണ്ടായേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയതും എന്നാൽ വിസ്താരത്തിൽ ആവശ്യമില്ലാത്തതെന്നും കണക്കാക്കിയ സാക്ഷികൾ, രേഖകൾ, തൊണ്ടിമുതലുകൾ എന്നിവയുടെ പട്ടിക പ്രോസിക്യൂഷൻ സമർപ്പിക്കും. വിചാരണ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കേസിൽ 16 പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിരുന്നു. മഹാരാജാസ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയും SFI യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന അഭിമന്യുവിനെ 2018 ജൂലൈ 2 പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 51 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുക. നേരത്തെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണത്തിനുള്ള പണവും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസം അനുവദിച്ചിരുന്നു.